വാർത്തകളുടെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഒരു ചെറിയ യാത്ര പോകാം. ഇപ്പോൾ ഓണക്കാലമാണ്. പൂവിന് വേണ്ടി തോവാളയിൽ പൂക്കൾ തേടി പോകുന്നവരാണ് കൂടുതലും. തോവാള പൂ മാർക്കറ്റ് വളരെയേറെ പ്രശസ്തമാണ്. സംഭവം നമ്മുടെ വെള്ളറടയിൽ നിന്ന്, അതായത് നമ്മുടെ തെക്കൻ മലയോര പ്രദേശമായ വെള്ളറടയിൽ നിന്നും നെട്ടവഴി ആലുവാമൊഴി അങ്ങനെ പാസ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യാത്രാ അനുഭവം വേണമെങ്കിൽ വെള്ളറയിൽ നിന്ന് അതിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കറങ്ങി തിരിഞ്ഞ് ആലുവാമൊഴി വഴി കറങ്ങി തിരിഞ്ഞ് നമ്മൾ തോവാളയിലെത്തിയാൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാം, പ്രകൃതിദത്തമായ കാഴ്ചകൾ കാണാം. ആ കാഴ്ചയിലേക്കാണ് നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളറടയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ കൂടെ വരിക. അപ്പോൾ നമ്മൾ വെള്ളറട ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ വിടുന്നു. ആനപ്പാറ വഴി ആനപ്പാറ ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ നമ്മൾ ഈ ബോർഡ് കാണാം. അത് ആ ഒരു 4 മുക്കാവുമ്പോൾ കുരിശുമലയിലേക്ക് പോകേണ്ട ജംഗ്ഷനാണ്. നമ്മൾ നേരെ പോകണം. ലെഫ്റ്റിലോട്ട് പോയാൽ കുരിശുമല, വലത്തോട്ട് പോയാൽ വെള്ളറട കറങ്ങി തിരിഞ്ഞ് വെള്ളറട മെയിൻ റോഡിലെത്തും. അപ്പോൾ നമ്മൾ നേരെയാണ് പോകേണ്ടത്. അപ്പോൾ നെട്ടയിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ നെട്ടയിലേക്ക് പ്രവേശിച്ച് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നെട്ടയായി. അതുവഴി നമ്മൾ ഒരു ദിശാ ബോർഡ് അവിടെ നിന്ന് തിരികെ വെച്ചിട്ടുണ്ട്. പേച്ചിപ്പാറ ഡാം, തൃപ്പരപ്പ്, കോതയാറ്, ചിറ്റാർ ഡാം എല്ലാം ഈ റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കിലോമീറ്റർ അവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നേരെ അങ്ങോട്ട് വിടുക. നമ്മൾ ആ ചിറ്റാറ് ഡാം ഇവിടെ കൂടെ സൈഡ് റോഡുണ്ട്. അതുവഴി ഇപ്പം ഈ വെട്ടുന്നില്ലേ, അവിടെ നിന്ന് സൈഡിൽ ഇതിൻ്റെ ചിറ്റാർ ഡാം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വശമാണ് അത് കറങ്ങിത്തിരിഞ്ഞ് വലത് സൈഡിൽ കൂടെ വേറെ റൂട്ടുണ്ട്. ഇത് ഒരു ഷോർട്ട് കട്ടാണ്. ഇതപ്പോൾ അവിടെ ആ ജംഗ്ഷനിൽ ഒരു ചേട്ടൻ നമ്മുടെ പുഴമീൻ കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കുഴപ്പമില്ല, അതാണ് കേട്ടോ. எத்தனை சாக்கு வாங்கினேன்? முதல்ல 2 சாக்கு கூட வாங்கினேன். முதல்ல ஒரு 10 சாக்கு வாங்கணும். நன்றி ஐயா. பரலாமா பலவும் பெற்று பல்லாண்டு வாங்க. என்னன்னா வரலாம் நல்லது. மலது போறேக்கு அவன ஒரு 2 இல்லடா. നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ പോയി ആരെങ്കിലും വേണം ചോദിച്ചു വന്നാലോ സാർ? ഫോൺ നമ്പർ 9488291708 സാർ. 08 സത്യ അല്ലേ? അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ ആയിട്ടം കിട്ടും. കണ്ടിപ്പാ. യെസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. യാ വെൽക്കം. മാതാ ഫിഷ് മാർക്കറ്റ്. എല്ലാവരും കൊടുത്തിട്ട് നേരെ പോകുമ്പോൾ നമ്മളൊരു 4 ജംഗ്ഷനിലെത്തുന്നു. ഇടത്തോട്ട് പോയാൽ ആറുകാണി, വലത്തോട്ട് പോയാൽ കുഴിത്തറ, നേരെ പോയാൽ തൃപ്പരപ്പ്. അതുവഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത്. അപ്പോൾ നേരെ വിടുക. അപ്പോൾ നമ്മളിപ്പോൾ തൃപ്പരപ്പ് ജംഗ്ഷനാണ്. വലത്തോട്ട് പോയാൽ തൃപ്പരപ്പ് ക്ഷേത്രവും വെള്ളച്ചാട്ടവും കാണാം. അപ്പോൾ നമ്മുടെ ഇത് ലെഫ്റ്റിലോട്ടാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് വിടണം.
3 കിലോമീറ്റർ കഴിഞ്ഞാൽ കുലശേഖരം, അവിടെ നിന്ന് ഈ പറഞ്ഞ എന്താണ് തിരുവട്ടാർ ക്ഷേത്രം, പിന്നെ പത്മനാഭപുരം കൊട്ടാരം പോകണമെങ്കിൽ ഇവിടെ നിന്ന് 18 കിലോമീറ്ററാണ് കുലശേഖരം. കുലശേഖരം കോൺവെന്റ് ജംഗ്ഷൻ അല്ലേ? ഓക്കെ. അവിടെ നിന്ന് ഇടത്തോട്ട് 35 കിലോമീറ്റർ ആലുവാമൊഴി കലികേശൻ, അവിടെ നിന്ന് തന്നെ ലെഫ്റ്റ് സൈഡിൽ 27 കിലോമീറ്റർ. നേരെ പോയാൽ കുളച്ചൽ ബീച്ച്, നേരെ തിരുവിതാംകോട് 18 കിലോമീറ്റർ. കുളച്ചൽ ബീച്ചിലേക്ക് 29 കിലോമീറ്ററാണ്. കുലശേഖരം കഴിഞ്ഞിട്ട് ഇതും കുലശേഖരം തന്നെ നേരെ പോയിട്ട് ഒരു ഇങ്ങനെ ഒരു ആരോ കിടപ്പുണ്ട്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ട്. ലെഫ്റ്റ് സൈഡിലല്ലേ നമുക്ക്? ആലുവാമൊഴി വഴിയാണ്. ആലുവാമൊഴി മാർത്താണ്ഡം അവിടെ അങ്ങനെയല്ലേ നമ്മൾ എത്തേണ്ടത്? അവിടെ തോവാള അല്ലേ? ആലുവാമൊഴി വഴി തോവാള വിടാം. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ലെഫ്റ്റിലോട്ട് അവിടെ റോഡുണ്ട്, അവിടെ നിന്ന് തിരിയണം. കുലശേഖരം ഒരു നേരത്തെ കാണിച്ച ജംഗ്ഷൻ്റെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പിടിക്കണം. തക്കലിക്ക് ഇവിടെ നിന്ന് എത്ര? 15 കിലോമീറ്റർ. നാറോൽ 28 കിലോമീറ്റർ. കന്യാകുമാരി 50 കിലോമീറ്റർ. ആലുവാമൊഴി 32 കിലോമീറ്റർ. നേരെ പോകണം തിരുനെൽവേലി നേരെ. അപ്പോൾ സ്ട്രെയിറ്റ് അറിയാൻ മനസ്സിലായി. അവിടെ നിന്ന് വലത്തോട്ട് നമ്മൾ പൊന്മണി എത്തിയിട്ടുണ്ട്. പൊന്മണിയിൽ നിന്നാണ് നമുക്കിനി ഡീവിയേഷൻ ഉള്ളത്. നമുക്ക് ആലുവാമൊഴി റൂട്ടാണ് പിടിക്കേണ്ടത്. പക്ഷേ നേരെ പോയി വലത്തോട്ട് അവിടെ 15 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞാൽ ദാണ്ട തക്കല, നാഗർകോൽ, കന്യാകുമാരി, ആലുവാമൊഴി, തിരുനെൽവേലി. Shut up. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വേളിമല റേഞ്ച് പൊന്മണിയിലാണ്. അവിടെ നിന്ന് നേരെ വിടുക. ഇടയ്ക്കൊരു പിന്നെ ലെഫ്റ്റിലോട്ടൊന്നും പിടിക്കരുത്, നേരെ വിട്ടോളണം. അവിടെ ചെന്നിട്ടാണ് ലെഫ്റ്റ് ആകേണ്ടത്. ആലുവാമൊഴി 27 കിലോമീറ്റർ. തടിക്കാരുകോണം കീരിപ്പാറ 15 കിലോമീറ്റർ. തടിക്കാരക്കോണം 8 കിലോമീറ്റർ. കലികേശം 13 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എഴുതാന്നാണ് ആലുവാമൊഴി കയറി പോവാം. അപ്പോൾ അവിടുത്തെ കാഴ്ചയെ കാണാം. ഇവിടെ വന്ന് നമ്മൾ തിരിയണം. ഒരു കൊടും വളവാണ്. സുരുളക്കോട് വന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം. ഇതൊന്നിങ്ങനെ പിടിച്ചടിക്കും. ഇങ്ങനെ പിടിച്ചെന്നാ കഴിച്ചിട്ട് പറയാം. മതി. മീനുള്ളതുകൊണ്ട് മീൻ വയ്ക്കും. ആണോ? മുള്ളില്ലാത്തല്ലേ? അപ്പൊ എനിക്ക് കുഴിയാലടിക്കും. കുഴിയാല മതി, മുള്ളില്ലാത്ത മതി. അത് കുഴിയാലടിക്കും. അതെ, എനിക്ക് പല്ലില്ല, അതാണ് പ്രശ്നം. അതെ തന്നെ, അത് മാറ്റിയേക്കും. പല്ലില്ലാത്തോണ്ടേ. മതി.
അരുൾമികി വീരാങ്കായ് അമ്മൻ ടെമ്പിൾ 1 കിലോമീറ്റർ, പൊങ്കൈ ഡാം 15 കിലോമീറ്റർ നേരെ പോകണം, മുക്കൽ ഡാം 7 കിലോമീറ്റർ, കന്യാകുമാരി 33 കിലോമീറ്റർ, ഇങ്ങനെ നേരെ വെച്ച് പിടിക്കണം. അപ്പോൾ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ചിറമണ്ടം എമ്പുരാൻ ടെമ്പിൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 4 കിലോമീറ്റർ, ഭൂതപ്പാണ്ടി ഭൂതലിംഗേശ്വരർ ടെമ്പിൾ ഇടത്തോട്ട് 5 കിലോമീറ്റർ, ആലുവ മൊഴിക്ക് ഇതിന് 14 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി ലെഫ്റ്റ് അടിക്കണം, നേരെ പോയാൽ നാറുകോൽ. തമിഴ്നാട് സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പം ആട് ഇങ്ങനെ അഴിച്ചുവിട്ട്, ആട്, കാള, കോഴി, പന്നി എല്ലാം ഇങ്ങനെ റോഡിൽ നിൽക്കും. ഇതൊരു ഒരു പ്രത്യേകതയാണ് ഈ തമിഴ്നാടിൻ്റെ, അറിയാമല്ലോ. സൂക്ഷി വന്നില്ലെങ്കിൽ പണി കിട്ടുമെന്നാണ് അർത്ഥം. ഒപ്പം തന്നെ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി സമ്മതിച്ചു കൊടുത്തേ പറ്റും. വേണ്ട അപ്പുറത്ത് അപ്പുറത്ത് അസുന്ദരമായ മല കണ്ട. തമിഴ്നാട്ടിൽ വെള്ളമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. കൃഷി കണ്ട, നെൽകൃഷിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ തോവാളയും പൂക്കൃഷിയുമാണ്. അരുവാമൊഴി വഴിയാണ് നമ്മൾ വിടുന്നത് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അരുവാമൊഴി ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു ഐഡിയ വേണം. അപ്പോൾ ഒരു വഴിയിലൂടെ പല കാഴ്ചകൾ കണ്ട് മടങ്ങാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും. ഈ ജംഗ്ഷൻ്റെ പേരെന്താണ്? വായിച്ചു നോക്കി, എന്താണ് ജംഗ്ഷൻ്റെ പേര്? തുവരങ്കോട് ജംഗ്ഷൻ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തുവരങ്കോട് ജംഗ്ഷൻ എത്തിയിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തോവാളയിലേക്ക് പോകുന്ന റൂട്ടും ഒപ്പം അവിടെയുള്ള പൂക്കൃഷികളുടെ പാടശേഖരം കാണാൻ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ജംഗ്ഷനകത്ത് തിരിയണം. ഒന്നുകൂടെ പറയാം, തുവരങ്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പിടിക്കണം. വാം. തുവരങ്കോട് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഈ പാറക്കൂട്ട കാണാം. ഇവിടുന്ന് നേരെ പിടിക്കുക. ഒരു ചെറിയ പാലം കഴിഞ്ഞിട്ട് ഒരു ചെറിയ തോടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത പാലത്തിലിട്ട് ചെന്നത് വലത്തോട്ട് തിരിയണം. ഇടത്തോട്ട് തിരിഞ്ഞാൽ അതൊരു ചുടുകാടാണ്. എന്തായാലും അത് നമുക്ക് കാണാം, അത് അത്ര ഭംഗിയല്ല, ചുടുകാടല്ലേ അങ്ങോട്ടോട്ട്. അപ്പം നേരെ വന്നിട്ട് ഇതേ വലത്തോട്ട് തിരിയണം. അങ്ങനെയാണ് തോവാളയിലേക്കും പാടശേഖരങ്ങളിലേക്കുള്ള യാത്ര. എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ടൊരു കൊച്ചു റോഡുണ്ട്. അവിടെ വലത്തോട്ട് താഴെക്കുടി റോഡ്, അവിടെ അതിലോട്ട് അങ്ങോട്ട് ഇടണം. കണ്ടാ നെല്ലിക്ക കാച്ചു കിടക്കണം, കണ്ടാ. ഈ പാടശേഖരം ഇല്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ നേരെ പോയാൽ കാണാൻ പറ്റും. നമുക്ക് നേരെ പോകണം. ഓക്കെ, ഒരു കൗതുകം കണ്ടാ. ഇപ്പം സമയം 2:10. ഒരു മനുഷ്യതയുടെ ആ പാറപ്പുറത്തിരിക്കുന്നത്. അയ്യോ, നമ്മളാണെങ്കിൽ കരിഞ്ഞു പോകും. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. അധ്വാനിക്കുന്ന ജനത്തിൻ്റെ ആ ഒരു ഇത് കണ്ടാ. അയ്യോ, ആ വെയിലത്തിരുന്ന് അയാൾ തട്ടിപ്പോവില്ലേ? സമ്മതിക്കണം ചേട്ടാ, സമ്മതിക്കണം. ആ ചേട്ടൻ വെറുതെ ഇരിക്കുന്നില്ല, ആട് മേയ്ക്കാനിരിക്കുന്ന കേട്ടോ. കണ്ട, ആട് മേയ്ക്കാനിരിക്കുന്ന ചേട്ടനാണത്. അതിൽ പെട്ടെന്ന് കണ്ടാൽ പ്രതിമയാന്ന് തോന്നിപ്പോ. അപ്പോൾ ആടിൻ്റെ നമ്മൾ ഈ ക്ലാസിക്കൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാലേ എന്താ സൗന്ദര്യം എന്നറിയോ? പ്രകൃതി സൗന്ദര്യം വാരിക്കോരി എറിഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ തോവാളപ്പുറഞ്ഞ നമ്മൾ ആ കയറി ലെഫ്റ്റ് സൈഡ് ആ റോഡാണിത്. അവിടെ നേരെ ഇതാ വന്നു. വേണ്ട, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു തോടുണ്ട്. ഒരു ചേട്ടൻ്റെ ചേച്ചി അവിടെ ഇരുന്ന്
ആ ഒരു പ്രാഥമിക കുളിക്കാനുള്ള പരിപാടിയാണ്, തുണി അലക്കാണ്. അപ്പോൾ ഈ ഒരു കുളം കണ്ട, ഓഹ് എന്തൊരു ഭംഗിയാണ് ഈ സാധനം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് കയറി വേണം ഈ പാടശേഖരങ്ങൾ കാണാൻ പോകാൻ. ഇത് റൈറ്റിലാണെന്ന് തോന്നുന്നു നമ്മുടെ തോവാളയിലേക്ക് പോകേണ്ടത്. നമുക്ക് മുന്നിൽ 2 പിള്ളേരൊക്കെ പോയി. എന്തായാലും ഭംഗിയൊന്ന് ആസ്വദിക്കാം. അതേ എൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കണം, പുള്ളിയുടെ ആ റോഡാണ് നമുക്ക് പോകേണ്ടത്. ഈ പൂക്കൾ കാണണമെങ്കിൽ ഇവിടെ ഇതാ ഈ കുളം, നല്ല പായലൊക്കെ പിടിച്ചു കൊടുക്കുന്നത് നല്ല സ്റ്റൈലായിട്ട്, പക്ഷേ സൂപ്പർ ലുക്കാണേ. ഓക്കെ അവിടെ ഒരു കൊച്ചു അമ്പലമുണ്ട്. തമിഴ്നാട്ടിൽ അമ്പലമില്ലാത്ത കളിയിലില്ല, ആരാധനാലയം ഇല്ലാത്തൊരു കളി തമിഴ്നാട്ടിലില്ല. അത് ഏത് മതത്തിൻ്റെ ആയാലും, കൂടുതലും ഹൈന്ദവ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരെ വന്നു, പോണു. എൻ്റെ പ്രിയപ്പെട്ട വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു വണ്ടി എടുത്തേ, ഹണ്ടർ 350. അതിലാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് മുഴുവൻ. എൻ്റെ നമ്മളെ സുഹൃത്ത് പള്ളിയിൽ ചെന്നതിപ്പോട്ട് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ പാലത്തിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ട് പിടിക്കണം. സംഗതി ചോദിച്ചാണ് വന്നതേ. മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ച് വന്നു. ഈ അപ്പച്ചനാണ് പറഞ്ഞത് ഈ ഇടത്തോട്ട് പോയാൽ ഇഷ്ടംപോലെ കാണാൻ. പേരെന്താ അപ്പച്ചൻ്റെ പേരെന്ത്? കാശി. എന്ത് പണി? പാടത്താ പണിയുന്നേ? വേല പോയിട്ട് വരണതാ. ഇവിടെ താമസാവും? എത്ര കാലമായി? പണ്ടേ ഇവിടെ ഉണ്ടാ? ആണോ? இந்த ஊரு പേര്? പൂലാങ്കുഴി. ഓക്കെ. അപ്പൊ നേരെ പോയാ പൂക്കൾ പാക്കല അല്ലയാ? ആമാ. താങ്ക് യു. യെസ്. വാ, എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ. എവിടെ വന്ന് തിരിയണം. അപ്പോൾ നമുക്ക് നേരെ വിടാം. തോവാളയിലെ പൂക്കൾ തേടി ഇറങ്ങിയതാണ് സംഗതി. ഓരോരുത്തരും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നതല്ല, സംഗതി ഇതുവരെ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല കേട്ടോ. തോവാള നമ്മളെത്തും, പക്ഷേ ഈ പൂക്കൃഷിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എല്ലാം നമ്മളതാണ്ട ആമ്പൽ പൂവിൻ്റെ കോട്ടയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം.
ഇട്ടിട്ട് അല്ല ഇട്ട് പുള്ളി കാരണം ഇട്ടിട്ടുണ്ടല്ലേ. വാങ്ങി വാങ്ങി ഇതാണ്ട് ഉപ്പിട്ട് വാങ്ങി. വെള്ളമടം ജംഗ്ഷനിലെത്തിയിട്ട് ഇത് അവിടെ ഒരു തിരിവുണ്ട്. ഇതാണ്ട അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞ് വലത്തോട്ട് പിടിച്ചാലേ ആലുവാമൊഴി എത്തും. ഇതിപ്പോൾ ആലുവാമൊഴി തോവാള. അപ്പോൾ നമ്മൾ ആലുവാമൊഴി ഏതാണ്ട് എത്തി. വെള്ളമടത്തെത്തി. ഇനി വലത്തോട്ട് പിടിച്ചാൽ നേരെ തോവാള. മധുരയ്ക്ക് 221 കിലോമീറ്റർ, തിരുനെൽവേലിക്ക് 70 കിലോമീറ്റർ ഇവിടുന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ തോവാള ജംഗ്ഷൻ എത്താറായി. ഇതാണ് തോവാള ചുറ്റുവട്ടത്തെ ഏരിയ. ഒരു കാര്യം കൂടെ പറയാം, ഈ സംഗതി പണ്ടത്തെ പോലെ തോവാളയിൽ ഇപ്പോൾ വലിയ പൂക്കൃഷിയൊന്നുമില്ല. ഉള്ളിലോട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു കർഷകനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് കഥ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്കുള്ള യാത്ര. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പാലം കഴിഞ്ഞുള്ള ജംഗ്ഷനിലെത്തും. സംഗതി അവിടെ നിന്ന് നേരെ വള്ളിയൂരിന് 26 കിലോമീറ്റർ, തിരുനെൽവേലിക്ക് 70 കിലോമീറ്റർ, മധുരയ്ക്ക് 229 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് തോവാള ജംഗ്ഷൻ. നമ്മൾ തോവാള ജംഗ്ഷനിലെത്തി. അവിടെയൊക്കെ ചുറ്റിനും പൂക്കൾ, ചായക്കട എല്ലാം ഉണ്ടാകും. ഒരു ലെഫ്റ്റ് സൈഡിലൊരു പൂക്കളുടെ ഒരു ഹോൾസെയിൽ പോലത്തെ കടയുണ്ട്. ശരിക്കുള്ള മാർക്കറ്റ് ഇതാണ് തോവാളയിലെ ശരിക്കുള്ള ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. ഇതിനുള്ളിലാണ് പൂക്കളുടെ വമ്പിച്ച കച്ചവടം നടക്കുന്ന സ്ഥലം. തമിഴ് എഴുതിയിട്ടുണ്ട്. തമിഴ് അറിയാത്തത് കൊണ്ട് നമുക്ക് വലിയ സാഹസം വേണ്ട. അപ്പോൾ ഈ കോംപ്ലക്സ് മുഴുവൻ പൂക്കളുടെ വ്യാപാരികളുടെ കോട്ടയാണ്. ആ ബോക്സിലൊക്കെ ജമന്തി, ചുവന്ന മഞ്ഞ ജമന്തിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:30 രാവിലെയാണ് ഇവിടുത്തെ കച്ചവടം. അപ്പോൾ ഇപ്പോൾ ശാന്തമാണ്. എല്ലാ കടകളിലും രാവിലെ വരണം ഇത് കാഴ്ച കാണണേ. നമ്മൾ വൈകിപ്പോയി. കാരണം നമ്മൾ ഈ പാടശേഖരം അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ അങ്ങനെ അല്പം വൈകിപ്പോയതാണ്. ഈ പറയുന്ന എല്ലാം ഓപ്പണാണ് രാവിലെ, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവിടെ എല്ലാം വൃത്തിയാക്കാം. എല്ലാവരും വൃത്തിയാക്കി എല്ലാവരും റെസ്റ്റിലാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് രാവിലത്തെ വ്യാപാരമെല്ലാം കഴിഞ്ഞ് പൂക്കൾ ഈ മാർക്കറ്റോട് വൃത്തിയാക്കുന്നു. പല സ്ഥലങ്ങളിൽ പൂക്കളിൻ്റെ ലോഡുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ലോഡ് വരുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ള പൂക്കളുമായിട്ടുള്ള സംഗതിയാണ്. കാലിയാക്കി സെറ്റപ്പ് ആകുന്നു. കൊണ്ടുപോകാനും വരാനുള്ള വഴി. ഈ ഒരു ഗല്ലി മുഴുവൻ പൂക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പഴയ കാരണവന്മാരൊക്കെ വീടുകളിൽ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പൂക്കൾ ചുമ്മാ വാരിയാലും പൂവാണ്. ഇതൊക്കെ വേസ്റ്റാണ്, എന്നാലും അത് കാണാൻ ഭംഗിയുണ്ട്. ഇതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് അവർ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഇതൊക്കെ പോവും. എല്ലാം നല്ല യെസ്. ഇവിടെ ഒരു ഉത്സവം കഴിഞ്ഞ് ഓലയെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ പോയി. ഈ ഓല മേഞ്ഞ വീട് കാണാത്തവർക്കുള്ള ഒരിതാണ്. ഇങ്ങനെയാണ് ഓല കെട്ടുന്നത്. ഇതിപ്പോൾ ഓല കെട്ടലല്ല, ഓല കെട്ടിക്കഴിഞ്ഞിട്ട് അഴിച്ച് കളയുന്നതാണ് ഈ സംഗതി. അപ്പോൾ ആ കാഴ്ചകളാണ്. ആ ഓസിനെ ഓല മേഞ്ഞ വീടിൻ്റെ ഒരു പ്രതീകം നമ്മൾ കണ്ടു. അവിടെ പരിപാടി കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞു, ഓല മാറ്റുന്നു. ഇനി അടുത്ത ഉത്സവത്തിന് സൂക്ഷിച്ച് വയ്ക്കും. ഒരു പ്രാവശ്യം ഈ ഓല മടഞ്ഞാൽ ഒരു 3 കൊല്ലമൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്ന് അടുത്ത ഉത്സവത്തിന് അടുത്ത അമ്പലത്തിലേക്ക് അത് കൊണ്ടുപോകാം. പഴമയുടെ ഒരു പ്രതീകം. അപ്പോൾ നമ്മുടെ തോവാളയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ തോവാളയിലെത്തി മാർക്കറ്റിലെ കാഴ്ചകളാണ് കണ്ടത്. ഇന്ന് നമുക്ക് കാണേണ്ടത് ഈ പാടങ്ങളുണ്ട്. അത് കുമാരപുരം കഴിഞ്ഞിട്ടാണ് ശരിക്കും. അവിടെ പ്രദേശങ്ങളിലൊക്കെ പൂക്കൃഷിയുണ്ട്. അവിടെ പൂക്കൃഷികളുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോകാം. കുമാരപുരത്തിൻ്റെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആ പാടങ്ങളിൽ വിളഞ്ഞു കിടക്കുന്ന പൂക്കൾ കാണാമെന്ന പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലാണ്.
അപ്പോൾ ഇത് അടുത്ത കച്ചവടത്തിന് ഏതാണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. വാളാമുല്ല എല്ലാം ഉണ്ട്. വേണ്ട ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ പേര് ഇല്ല കേട്ടോ. വാളാമുല്ല ഏതാണ്ട് സ്റ്റൈലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോൾസെയിൽ കടയാണ്. എവിടെ പോയാലും ജി പേ ഉള്ളതുകൊണ്ട് അത് വിഷയമില്ല. പൈസ ഇല്ലെങ്കിലും ബാങ്കിൽ പൈസ ഉണ്ടായിരുന്നാൽ മതി. ഗൂഗിൾ പേ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. ശബരി ഫ്ലവേഴ്സ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി പാടങ്ങൾ, പൂത്ത പാടങ്ങൾ തേടിയുള്ള യാത്രയിലേക്ക് പോകാം. ഇവിടെ കുറച്ച് കൊച്ചു കുസൃതികളുണ്ട്. അവർ ടാറ്റാ 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 അയാ. അപ്പോൾ ഇതാ പൂക്കൾ കയറ്റി അടുത്ത യാത്ര തിരിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിലേക്ക് പോകേണ്ട പൂവിൻ്റെ കെട്ടാണ്. ഇതൊക്കെ കേരളത്തിലേക്ക് പോയിക്കോളും. ഇതാ സംഗതിയെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ, അതായത് നമ്മൾ ഓള ബസ് സ്റ്റോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇത് ഇങ്ങനെ കൊച്ചു ചെറിയ ഷോപ്പുള്ള പൂക്കടകളാണ്. ഇവിടെ സൈഡിൽ ഒരു അമ്മച്ചി ഇങ്ങനെ ഇരുന്ന് പൂക്കൾ കൃഷി പലതരം പൂക്കളുണ്ട് അവിടെ. ഇത് ഒരു കെട്ടെന്തുമല്ല 300 അല്ലേ? കിലോയാണോ കെട്ടാണോ? കെട്ട് 300 അല്ലേ? യെസ്, ഒരു കെട്ട് 300 രൂപയാണ്. യെസ്. അപ്പോൾ തോവാള ജംഗ്ഷനാണ് ഇത്. ആ കാണുന്നതെല്ലാം പൂക്കടകളാണ്. അപ്പോൾ എവിടെ തിരിഞ്ഞാലും പൂക്കളാണ് ഇവിടെ. പഴയ ആ ഒരു പ്രതാപം ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ പൂ കൃഷി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അത്ഭുതമായിട്ട് ഇപ്പോൾ ആർക്കും തോന്നണമെന്നില്ല. ഇത് ലെഫ്റ്റ് സൈഡിലെ ബസ്, ഇത് നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിലല്ലേ, ഇപ്പോൾ വലത് സൈഡിലെ ബസ് സ്റ്റോപ്പ്, പിന്നെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങൾ. പിന്നെ നേരെ കുറച്ച് മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാടശേഖരങ്ങളിലേക്ക്, കൃഷി പൂക്കൾ പൂക്കുന്ന പാടശേഖരങ്ങളിലേക്കൊന്ന് വിടാം. അതിന് ഈ സൈഡിൽ കുറച്ച് കാഴ്ചകളെടുത്താൽ ഒരു ഭംഗിയുണ്ടാവും. കൊള്ളാം അല്ലേ? ഇതാ ഇവിടെയൊക്കെ എല്ലാം പൂക്കളാണ്. സർവത്ര പൂക്കൾ ഭയം. ഇതെല്ലാം പൂവിൻ്റെ വിഷയം. പൂക്കൾ. അപ്പം തോവാളയിലെ കഥ നമ്മളിവിടെ. തോവാള കാഴ്ച തീരുന്നില്ല. പാടം പിടിക്കാം. പാടം പിടിക്കാം. പാടത്തെ പടം പിടിക്കാം. റൈറ്റ്. യെസ്. അപ്പോൾ നമ്മുടെ എന്താണ് തോവാളയിൽ നേരെ വരിക. തോവാള വലത്തോട്ട് നേരെ വന്നിട്ട് എൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ദേവസഹായത്തിൻ്റെ ആ ഒരു ഇതില്ലേ, ദേവാലയം, അതുവഴി അതിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വലത്തോട്ട് പോയാലേ ഈ പൂക്കൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വലത്തോട്ട് പിടിക്കാം. ഇത് റെയിൽവേ ക്രോസ് ഉണ്ട്, ഒരു ചെക്ക് പോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അവിടെ നേരെ വരിക, ലെഫ്റ്റിലോട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ അതാണ് അവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ നേരെ കുമാരകോവിലോട്ട് വിടുക. അവിടെയാണ് നമ്മുടെ ഈ കുമാരകോവിൽ ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റിൽ നിന്ന് പിന്നെ നേരെ പോയിട്ട് റൈറ്റ്, അവിടെ പോകുമ്പോൾ കുമാരകോവിലാവും. അവിടെയാണ് ശരിക്കും പൂക്കളുടെ കൃഷി പാടം എന്നാണ് പറയുന്നത്. കണ്ടിട്ട് പറയാം. നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ വന്നു ലെഫ്റ്റിലോട്ട് പോയാൽ മധുരൈ റോഡ് ബൈപ്പാസിലോട്ടാണ്. നേരെ പോയി ബൈപ്പാസ് നേരെ പോയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദൈവസഹായത്തിൻ്റെ ആ ദൈവാലയം. അപ്പോൾ ലെഫ്റ്റിൽ ആ വണ്ടി പോയില്ലേ, അത് ബൈപ്പാസാണ്. ലെഫ്റ്റ് മധുരൈ, റൈറ്റ് വലത്തോട്ടേ സ്ഥലം. അപ്പോൾ ലെഫ്റ്റിലോട്ടാണ് മധുരൈ, വലത്തോട്ട് നോക്കി പറയാം. അപ്പോൾ നമ്മൾ ബൈപ്പാസിലെ മധുര ബൈപ്പാസ് കയറി അവിടുത്തെ കാഴ്ചകളാണ്. നേരെ വിടണം. എന്നിട്ട് ജംഗ്ഷനിൽ റോയൽ ഹോട്ടൽ അവിടെ നിന്ന് ആവുമ്പോൾ കുമാരകോവിലാവും. എല്ലായിടത്തും കണ്ട കാറ്റാടി എന്താ നിശ്ചലമായതുകൊണ്ട് അവിടെ.
വലത്തോട്ടാണ് കുമാരകോവിൽ, വലത്തോട്ട് ദേ അവിടെ പോയിട്ട് വലത്തോട്ട് പോയാൽ കുമാരകോവിൽ. ഇതാണ് നമ്മൾ അവിടെ നേരെ മറ്റേ എന്താ പറയുക, ആ ഒരു ബൈപ്പാസിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് കയറണം. ഒരു റോയൽ ഹോട്ടൽ ഉണ്ട്, അവിടെ നിന്ന് വലത്തോട്ട് പിടിച്ചപ്പോൾ നമ്മൾ ഈ റോഡ് വന്ന് കഴിയും. ഒരു ചെറിയ പൊളിഞ്ഞ റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ പതുക്കെ ലെഫ്റ്റ് ഒരു സബ് റോഡ് വഴി കയറി വരുമ്പോഴാണ് ഇടത്തോട്ട് പോയ ഈ ഇവിടുത്തെ വലത്തോട്ട് പോയ കന്യാകുമാരി, ഇടത്തോട്ട് പോയ കാവൽ കിണർ, നേരെ പോയ കുമാരപുരം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ നമ്മൾ കുമാരപുരത്ത് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ആ ജംഗ്ഷനാണ് കുമാരപുരം. ഇനി അങ്ങോട്ട് പൂക്കളുടെ കോട്ടയാണ്. ഇവയെല്ലാം ഇനി പൂക്കളുടെ വയലുകളാണ്. നമ്മൾ കുമാരപുരം എന്ന ആ ഒരു നഗരത്തിൽ, ആ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ. കണ്ടല്ലേ, നാടൻ ശൈലിയിൽ പശുക്കളൊക്കെ അങ്ങോട്ട് നടക്കുന്നു. ശരിക്കും ആ ഒരു ഗ്രാമീണത ഭംഗി കാണുന്നു. അപ്പോൾ നേരെ ഈ കുമാരപുരത്തിന് ചുറ്റും ഇവിടെ കാറ്റാടി പാടങ്ങളും, ഒപ്പം അതിനോടൊപ്പം നമ്മുടെ കൊച്ചു ഒപ്പം നമ്മുടെ ഈ ഷോർട്ട് തെങ്ങില്ലേ, അതും ഇവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു കൃഷിയില്ലാത്ത ഒരു പരിപാടിയില്ലെന്നാണ് രത്ന ചുരുക്കം. അപ്പോൾ നമുക്ക് നേരെ പൂക്കൾ കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് കുമാരപുരത്തെ തോവാളയിലേക്ക് കൃഷിക്ക് നെല്ലി കൃഷിയാണ് കേട്ടോ. ഇതെല്ലാം നെല്ലി മരങ്ങളാണ്, പൂത്ത് നിൽക്കുന്നത്. ഇതൊക്കെ നെല്ലിക്ക ഇങ്ങനെ കണ്ട പൂത്ത് വിളഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ നെൽപ്പാടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിപ്പാടമായി, മുഴുവൻ നെല്ലിക്കയാണ്. അപ്പുറത്ത് പിച്ചിപ്പൂവിൻ്റെ, ഇതൊക്കെ പിച്ചിപ്പൂവാണ് സംഗതി, പക്ഷെ കരിഞ്ഞു പോയി. ആലോചിച്ച് നോക്കണം, പൊടിഞ്ഞ വെയിലാണ്. വേറെ ഇപ്രാവശ്യത്തെ മഴ അങ്ങോട്ട് ഏറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ കുമാരപുരത്തെ തോവാളയിലേക്ക് ഒരത്തൻ പൂവാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, മലയാളികൾ നമ്മളെ നാട്ടിൽ കുറേ പൂ കൃഷി നടത്തി. പക്ഷെ തോവാളയിലെ കട എന്നത് പറഞ്ഞാൽ എല്ലാം വരുന്നു കൃഷിയൊക്കെയാണ് തോവാള മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് ഒരു നിഗമനമുണ്ട്. ഏതായാലും സംഗതി ഇതെല്ലാം പിച്ചി ആണ്. സംഗതി പിച്ചിയായിട്ട് കാണാനല്ല, കരിഞ്ഞുപോയി. അപ്പം യാത്ര കുഴപ്പമില്ല, ഇത് നല്ല പള്ളി യാത്രയാണ്. കാരണം വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷിയൊക്കെ വല്ലാത്ത നല്ല പിച്ചിപ്പാടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പിച്ചിയൊക്കെ കാണാനില്ല. ചുരുക്കി പറഞ്ഞാൽ പൂക്കൾ കാണാമെന്ന മോഹവുമായിട്ട് തോവാളയിൽ വരുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്നിപ്പോൾ മനസ്സിലായല്ലോ. അതെ, കുറച്ച് ഉണമുള്ളൂ. പിന്നെ കാണാം, നമുക്ക് കാറ്റാടി കൃഷിയാണ്. കുറച്ച് നമുക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ ആശ്വാസത്തിന് നമ്മൾ പിച്ചിപ്പൂക്കൾ കണ്ടു. തൽക്കാലം ഇതെല്ലാം പിച്ചിപ്പാടമാണ്. പിച്ചിയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിലെത്തും. ഇച്ചിരി കണ്ട പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തോവാള മാർക്കറ്റിലെത്തും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതൊക്കെ പിച്ചിപ്പാടമാണ്, പിച്ചിപ്പൂക്കളുടെ പാടം. ഇതൊക്കെ പിച്ചിപ്പൂക്കളുടെ പാടമാണ്. ഇത് ഒരു വർഷം കൊണ്ടുള്ള പരിപാടിയില്ല. പറഞ്ഞാൽ എൻ്റെ മുറ്റി ഇത് കണ്ട, വർഷങ്ങളായി ഇവിടെ പിച്ചി കൃഷിയാണ്. കണ്ട, വർഷങ്ങൾ. നമ്മൾ ഈ മുന്തിരി കൃഷി പോലെയൊക്കെ കണ്ട, അതിൻ്റെ വേര് കണ്ട, തടിയൊക്കെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല വിളവുള്ള, നല്ല പ്രായമുള്ള പിച്ചി മരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ പൂത്ത് നിൽപ്പുണ്ട്. ഇത് ഓണത്തിനെന്ന് മാത്രമല്ല, ഇത് കാലങ്ങളായി പുഷ്പകൃഷിയുടെ ഭാഗമാണ് ഇവരുടെ. അടുത്ത പുഷ്പകൃഷിക്ക് വേണ്ടിയിട്ട് തന്നെ പാടം ഉഴുതിട്ടിട്ടേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞത് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അടുത്ത. കാരണം എന്തായാലും എല്ലായ്പ്പോഴും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഉഴുതിട്ടിട്ടേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓണത്തിന് ഇവിടെ നിന്ന് എന്തായാലും തോവാളയുടെ സ്വന്തം പൂക്കൾ വളരെ കുറവാണ് എന്ന കാര്യം ഓർക്കുക. ബാക്കിയെല്ലാം വെറും മായാണ്, ബിസിനസ്സിന് കപടമായിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തോവാളയിലെ പൂക്കളല്ല, വേറെ കൊണ്ടുവന്ന് തോവാള ആ മാർക്കറ്റിൽ വിൽക്കുന്നു എന്നതാണ് രത്ന ചുരുക്കം. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും യാത്ര നഷ്ടമായില്ല. അരളിപ്പൂക്കളുടെ പാടത്താണ് നമ്മളിപ്പോൾ. പിച്ചിപ്പൂക്കൾ കഴിഞ്ഞു, അടുത്ത അരളിപ്പാടത്തിൻ്റെ പാടമാണ്. ഇതാണ് അരളി. അപ്പോൾ സംഗതി നല്ല സ്റ്റൈലായിട്ട് നിൽപ്പുണ്ട്. ചുവന്ന അരളി, വെളുത്ത അരളി. രസം എന്തെന്നറിയാമോ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പൂപ്പാടങ്ങളിൽ പശു കയറി മേഞ്ഞു തുടങ്ങി. തോവാളയുടെ അവസ്ഥയെ, തോവാളയല്ല, ഇതിപ്പോൾ കുമാരപുരത്താണ്. തോവാള പുഷ്പ മാർക്കറ്റാണ്. ഇതിപ്പോൾ അരളിപ്പാടത്തിൻ്റെ അകത്തുള്ള കളിയാണ് അതൊക്കെ. ആ ചുവന്ന അരളിയുണ്ട്, നമുക്ക് ആ ചുവന്ന അരളിയോട് എടുക്കാം.
അപ്പം ചുവന്ന അരളിയായി. ആ ചുവന്ന അരളി. ആ അത് ഭംഗിയുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല, സൂപ്പർ. പിടിച്ചാൽ മതി. ആ ഓണല്ലേ, കണ്ടല്ലോ, ചുവന്ന അരളി, വെളുത്ത അരളി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നമ്മൾ ഈ കാണുന്നത് മുഴുവൻ എന്താ അരളിപ്പാടമാണ്. അരളിപ്പാടം എന്നെ കൂടെ മനസ്സിലായി, ഇങ്ങോട്ട് ശരി. അപ്പോൾ അരളിപ്പാടം കണ്ടല്ലോ, ഈ ചുറ്റും കണ്ടോ, ഇതൊക്കെ അരളിയാണ്. ഓക്കെ, കണ്ടല്ലോ. കുമാരപുരം ബൈപ്പാസ് നേരെ വിടുക. നേരെ പോയാൽ തിരുനെൽവേലി 63 കിലോമീറ്റർ, വലത്തോട്ട് പോയാൽ വടക്കാംകുളം, ഇടത്തോട്ട് പോയാൽ ആലുവാമ്പൊഴി. നമുക്ക് നേരെ നാഗർകോവിൽ പോയിട്ട് അവിടെ നിന്ന് ബൈപ്പാസ് വഴി നേരെ എവിടെ എത്തണം? യെസ്, നമ്മൾ ഇടത്തോട്ട് ആലുവാമ്പൊഴി വഴി ബൈപ്പാസ് ഇടത്തോട്ട് പോയിട്ട് നേരെ നാഗർകോവിൽ നേരെ എങ്ങനെ എത്തണം? പിന്നെ അറിയാമല്ലോ, ബൈപ്പാസ് വഴി കത്തിച്ച് വിട്ടാൽ കളിയിക്കാവുള്ള പാറശാല, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യാത്രകൾ അവസാനിക്കുന്നേയില്ല. മറ്റൊരു യാത്രയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസവും ഭാവിയും ആശംസിക്കുന്നു. ഗുഡ് ലക്ക്. ഗോഡ് ബ്ലെസ് യു ആൾ.